2025 കേരള സ്കൂൾ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രവർത്തനക്ഷമമായ ഉൽപ്പന്നങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. സർക്യൂട്ടിന്റെ ചിത്രം കുട്ടികൾക്ക് മത്സരത്തിന് മുമ്പ് തന്നെ വരച്ചു കൊണ്ടുവരാൻ പറ്റും. വിവിധ ഘടകങ്ങളെക്കുറിച്ചും അതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസുകളെ കുറിച്ചും ആ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. പരമാവധി 10 ഉൽപ്പന്നങ്ങൾ വരെ 10 പ്രൊജക്റ്റുകൾ വരെ കുട്ടികൾക്ക് തന്നിരിക്കുന്ന സമയം 3 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും. മുൻകൂട്ടി യോജിപ്പിച്ച ഘടകങ്ങൾ അനുവദനീയമല്ല. മുൻകൂട്ടി സോൾഡർ ചെയ്ത് കുട്ടികൾക്ക് പ്രൊജക്റ്റ് തയ്യാറാക്കി നമ്മളെ വർക്കിംഗ് മോഡൽ പോലെയോ അല്ലെങ്കിൽ സ്റ്റിൽ മോഡൽ പോലെയോ കുട്ടികൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മൾട്ടി പർപ്പസ് PCB ബോർഡ് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. PCB ബോർഡുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലുള്ള ബ്രെഡ് ബോർഡുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ചെറിയ ബ്രെഡ് ബോർഡ് ആണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ബ്രെഡ് ബോർഡ് ആണെങ്കിലും അതിൻ്റെ വലിയ ബ്രെഡ് ബോർഡ് ആണെങ്കിലും ഇങ്ങനെ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ച് കുട്ടികൾക്ക് വയർ ചെയ്ത് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ കഴിയില്ല. വിവിധ തരം സെൻസറുകൾ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും. ഈ ബ്രെഡ് ബോർഡ് പറ്റൂല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെയ്യേണ്ടത് ഈ ലെവലിലുള്ള ഡോട്ട് PCBകൾ കിട്ടും. ഈ ഡോട്ട് PCBകൾ കുട്ടികൾ ഇതുപോലെ വയർ വെച്ച് സോൾഡർ ചെയ്തോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സോൾഡർ ചെയ്ത് ഓരോ പ്രൊജക്റ്റുകളാണ് കുട്ടികൾ തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടതുള്ളത്. ഇങ്ങനെ കുട്ടികൾ കേവലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു 10 PCB ബോർഡുകൾ സംഘടിപ്പിക്കാം. അതുപോലെ നമ്മളിത് സോൾഡർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഡീസോൾഡറിങ് പമ്പ്, അതുപോലെ നല്ലൊരു ഗ്ലൗസ്, അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ബേസ്, ശരിക്കാൻ വേണ്ടി നിലത്ത് വിരിക്കാനുള്ള ഷീറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അത്തരം സാധനങ്ങളെല്ലാം വാങ്ങി അത്തരം പ്രൊജക്റ്റുകളെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ സോൾഡറിങ് സ്കില്ല് അതുപോലെ ഡീസോൾഡറിങ് സ്കില്ല് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ആദ്യം ചെയ്യാം. നമ്മൾ ബ്രെഡ് ബോർഡ് ഇതിൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രെഡ് ബോർഡിൽ നിങ്ങൾ ഓരോ സർക്യൂട്ടും ചെയ്ത് പരീക്ഷണം നടത്തുക. അതിനുശേഷം ആ ഒരു ബ്രെഡ് ബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടിനെ നമ്മൾ ഡോട്ട് PCBയിലേക്ക് മാറ്റി നമ്മൾ സോൾഡറിങ് ഉഷാറാക്കാം. അങ്ങനെ കൃത്യമായിട്ട് 10ഓളം പ്രൊജക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് സർക്യൂട്ടും അതുപോലെ കൃത്യമായിട്ട് സോൾഡറിങ്ങും ചെയ്യാൻ പഠിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇലക്ട്രോണിക്സിൽ നല്ലൊരു വിജയം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. ചെറിയ പ്രൊജക്റ്റും വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നമുക്ക് അഡീഷണൽ ആയിട്ട് സെൻസറുകൾ നമുക്കിത് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. വെറും കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും ബസറും ഇതൊന്നല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻസറുകൾ വരെ ഇതിലേക്ക് അൾട്രാസോണിക്കിൻ്റെ അത്തരം സെൻസറുകൾ വരെ ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ വരെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഈ ഒരു മത്സരത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുള്ള ഉപയോഗം എന്താണ്, മെച്ചം എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.